Mother Teresa Sevana Award Function 2023 to 24. All are welcome. A project of Reverend Father Davis Chiramel Charitable Trust. മനുഷ്യത്വത്തിന് മൂല്യം നൽകുന്ന, മാനവികതയെ മാറോട് ചേർക്കുന്ന, കുഞ്ഞുമക്കളിൽ മതേതരത്വം വളർത്തുന്ന, ഇന്നത്തെ യുവസമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന, സാമൂഹ്യ ഐക്യം കൈവരുത്തുന്ന ഈ മഹത് സംരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അശരണരോടും രോഗികളോടും മാതാപിതാക്കളോടും അധ്യാപകരോടും മുതിർന്നവരോടും സ്നേഹവും ബഹുമാനവും അധ്വാനശീലവും വളർത്തുന്ന സ്നേഹക്കൂട്ടായ്മയിലേക്ക് കൈപിടിച്ചു നടക്കുന്ന, സേവനം മനുഷ്യ നന്മയ്ക്കായി മാറ്റിവെക്കുന്ന, കുരുന്നു മക്കളോടൊപ്പം മാതാപിതാക്കളും കൈപിടിച്ചു നടക്കുന്ന ഡേവിസ് ചിറമേൽ അച്ഛൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ ഈ അസുലഭ നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാദർ ഡേവിസ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മദർ തെരേസ സേവന അവാർഡ് ദാനവും മെഗാ ഫിനാലെയും ജൂലൈ 13-ന്. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും UP ഹൈസ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ ജാതിമത ചിന്തകൾക്ക് അതീതമായി സാമൂഹ്യ സേവനത്തിൽ പങ്കാളികളാക്കുന്നതിനു വേണ്ടിയുള്ള ചിറമേലച്ചന്റെ സ്വപ്ന പദ്ധതിയാണ് മദർ തെരേസ സേവന പുരസ്കാരം. 2023-24 വർഷത്തെ മെഗാ ഫിനാലെയും അവാർഡ് ദാന ചടങ്ങും ജൂലൈ 13 ശനിയാഴ്ച എറണാകുളം സെയിന്റ് തെരേസാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. 2023-24 വർഷത്തെ മെഗാ ഫിനാലെയും അവാർഡ് ദാനവും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന, സ്വന്തം കിഡ്നി മറ്റൊരാൾക്ക് നൽകി മാതൃക കാണിച്ച മലങ്കര യാക്കോബായ സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ സ്തെഫോനോസ് മെത്രോപോലിത്ത ഉദ്ഘാടനം നിർവഹിക്കുന്നതും കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോംസൺ IAS, പ്രശസ്ത മജീഷ്യനും ജീവകാരുണ്യ പ്രവർത്തകനുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് എന്നിവർ അവാർഡ് ജേതാക്കളെ ആദരിക്കുന്നതുമായിരിക്കും. മദർ തെരേസ സേവന അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിക്കും. ജനങ്ങളുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് വേദനിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ഒക്കെ സഹായിക്കുന്ന ഒരു തലമുറയുണ്ടാകുക എന്നുള്ളത്. ഞാൻ അമേരിക്കയിൽ വെച്ചിട്ടാണ് ഈ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നതും. അവിടെ 40 മണിക്കൂർ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്താൽ മാത്രമേ കോളേജിൽ അവിടുത്തെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സേവനവാരുണ്ട്, പക്ഷെ അതല്ല ഈ കമ്മ്യൂണിറ്റി സർവീസ്, അതായത് അവശത അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജീവിയുടെ പേരാണ് മനുഷ്യൻ. വേറെ ഒരു ജീവി അത് മനസ്സിലാക്കില്ല. അപ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ് കുട്ടികളിൽ, അടുത്തൊരു തലമുറയിൽ അങ്ങനെയുള്ള കുറേ കുട്ടികൾ ഉണ്ടാകണം. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. ധാരാളം സ്കൂളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തു. കുട്ടികൾ അതിന് പേര് രജിസ്റ്റർ ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവാർഡ് ദാന ഫംഗ്ഷനാണ് 13-ാം തീയതി നടക്കുന്നത്. ഇതുവരെ കേരള ചരിത്രത്തിൽ ചിലപ്പോൾ UPയിലോ ഹൈസ്കൂളിലോ കുട്ടികൾക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല. 1 ലക്ഷം രൂപയാണ് നമ്മൾ ആ ഒറ്റ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന തുക. ഇതുവരെ എനിക്ക് തോന്നണില്ല കേരളത്തിൽ 1 ലക്ഷം രൂപയൊന്നും ഒരു UPയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവാർഡായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. മൊമെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. മാത്രമല്ല ആ കുട്ടിയുടെ ഫാമിലീനെ നമ്മൾ മദർ തെരേസയുടെ ജന്മനാട്ടിൽ കൽക്കട്ടയിലേക്ക് ഫാമിലി അടക്കം ഒരു ദിവസത്തെ ഒരു യാത്രയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ UPയിലും ഹൈസ്കൂളിലും 2 വിന്നേഴ്സ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ 13-ാം തീയതി അവിടുത്തെ ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മളവിടെ ഡിക്ലെയർ ചെയ്യും. UP ഹൈസ്കൂൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സമയം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന 5 വിദ്യാർത്ഥികളെ വീതം എല്ലാ വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവർക്ക് ഓരോരുത്തർക്കും 5000 രൂപ വീതം ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകുന്നു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമയം പ്രവർത്തിച്ച 2 ഗ്രൂപ്പിലും ഓരോ വിദ്യാർത്ഥിക്കും 1 ലക്ഷം രൂപയും ഷീൽഡും സർട്ടിഫിക്കറ്റും നൽകുന്നതോടൊപ്പം കുടുംബസമേതം കൊൽക്കത്തയിലെ മദർ തെരേസയുടെ ആശ്രമത്തിലേക്ക് യാത്ര പോകാൻ അവസരവും നൽകുന്നു. 2024-25 വർഷത്തെ മദർ തെരേസ സേവന പുരസ്കാരത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഫാദർ ഡേവിസ് ചിറമേൽ ചെയർമാൻ,
രാജൻ തോമസ് വൈസ് ചെയർമാൻ, CV ജോസ് വൈസ് ചെയർമാൻ, ഡോക്ടർ VV റോസ് ചീഫ് കോർഡിനേറ്റർ, ബിജോയ് C ആന്റണി ടെക്നിക്കൽ കോർഡിനേറ്റർ എന്നിവർ പങ്കെടുത്തു.